ജഗദീഷ് ഉറങ്ങിയിരുന്നില്ല. തൊട്ടടുത്ത വീടുകളിലെ ചില ചെറുപ്പക്കാരുമായി തൻ്റെ മുറിയിൽ സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു അവൻ. ഒരു ബൈക്കിൻ്റെ ശബ്ദം. ആകാശളിയൻ്റെ ബൈക്കാണെന്ന് തോന്നുന്നല്ലോ. ശബ്ദം അടുത്തു വന്നു. അതുതന്നെ. പറഞ്ഞു നിർത്തും മുമ്പ് ഹോൺ മുഴങ്ങി. ബൈക്ക് മുറ്റത്ത് വന്ന് നിന്നു. അർജൻറ്റ് കേസാണെന്ന് തോന്നുന്നു. അവൻ പുറത്തേക്ക് വന്നു. വേഗം വാടാ. ജഗദീഷ് ബൈക്കിനടുത്തെത്തി. പെട്ടെന്ന് തയ്യാറാകുക. എന്തെങ്കിലും ആയുധങ്ങൾ കൂടി എടുത്തോ. അത് കേട്ടപ്പോൾ ജഗദീഷിൻ്റെ ശരീരത്തിൽ കുളിര്. 4 പൂശാനുള്ള അവസരം കിട്ടുമോ? മിക്കവാറും. നീ വാ. 1 മിനിറ്റ്. അവൻ തിരിച്ചോടി മുറിയിലിരുന്നവരോട് പറഞ്ഞു. എല്ലാവരും വേഗം സ്ഥലം കാലിയാക്ക്. അളിയൻ എങ്ങോട്ടാ? പ്രവചിക്കാൻ കഴിയില്ല. ജഗദീഷ് ഡ്രസ്സ് മാറി 3 അടി നീളമുള്ള സ്പ്രിംഗ് വടിയെടുത്ത് അരയിൽ ചുറ്റി. വാതിൽ പൂട്ടി ഓടിയെത്തി. ഗിയർ ചേഞ്ച് ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു ആകാശ്. അവൻ കയറിയതും ബൈക്ക് നീങ്ങിയതും ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു. ഇൻസ്പെക്ടർ ബെഞ്ചമിനും കുമാരൻ തമ്പിയും ഭാവി കാര്യങ്ങൾ കൂടി ആലോചിച്ചു. അവരുടെ മുന്നിൽ തീപ്പോയിലിരുന്ന കുപ്പി ഏതാണ്ട് ഒഴിയാറായിരുന്നു. രാത്രി പുലരും മുമ്പ് ഓർമ്മയെ കൂടി കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ദൗത്യം ഏതാണ്ട് പകുതി വിജയിച്ചെന്ന് കരുതാം. അവൾ അകന്നു നിന്നാൽ കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടക്കുകയില്ലെന്ന് മാത്രമല്ല, ഏറെ ആപത്തുമാണ്. ഞാനും അതുതന്നെയാണ് ആലോചിക്കുന്നത് ബെഞ്ചമിൻ. കുമാരൻ തമ്പി സിഗരറ്റ് ആഞ്ഞു വലിച്ചു. അവൾ അവൻ്റെ കൂടെ കഴിയുന്നിടത്തോളം കാലം സംഗതി കുഴയും. അവനും അത്രയ്ക്ക് മോശക്കാരനാണെന്ന് നമുക്ക് കരുതുക വയ്യ. കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഭീഷണിയിലൂടെ അവനുമായുള്ള അവളുടെ ബന്ധം വേർപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ സ്വത്തുക്കൾ മുഴുവനും അവൻ്റെ കയ്യിലിരിക്കും. തമ്പി ആലോചിച്ചതും അതുതന്നെയായിരുന്നു. തൻ്റെ നീക്കങ്ങൾ ശരിയാകണമെങ്കിൽ ഓർമ്മയെ കസ്റ്റഡിയിൽ കിട്ടണം. അതുമാത്രമല്ല, കാര്യങ്ങൾ പൂർത്തിയാകും വരെ നളിനാക്ഷിയെ ഓർമ്മ കാണുക പോലും അരുത്. ആദ്യം നളിനാക്ഷിയെ അവിടെ നിന്നും മാറ്റണം. അയാൾ എസ്റ്റേറ്റിലേക്ക് ഫോൺ ചെയ്ത് തൻ്റെ അനുചരന്മാരെ ചില പദ്ധതികൾ പറഞ്ഞേൽപ്പിച്ചു. അനന്തരം ആകാശ് നിവാസിലേക്കും ഫോൺ ചെയ്തു. ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്ന ഓർമ്മ തന്നെയാണ് റിസീവർ എടുത്തത്. ഞാൻ ഡാഡിയാ മോളെ. ആ ശബ്ദം കേട്ടപ്പോൾ തമ്പി ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഓർമ്മയ്ക്ക് തോന്നി. മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല ഡാഡി. അതെന്താ? പെട്ടെന്ന് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ ആവാതെ ഓർമ്മ പരിങ്ങി. എന്താ മോളെ ഒന്നും പറയാത്തത്? മമ്മി അവിടെ ഇല്ലേ ഡാഡി? ഉണ്ട്. കുറച്ച് മുമ്പ് ഞാൻ ടെലിഫോൺ ചെയ്തിട്ടും ആരും റിസീവർ എടുത്തില്ല. അതോ? ഞങ്ങൾ 2 പേരും കൂടി ഒരിടം വരെ പോയിരുന്നു. മോള് വെറുതെ വിളിച്ചതായിരുന്നോ? അതോ? വെറുതെ വിളിച്ചതാ. ആ, ആകാശ് അവിടെ ഇല്ലേ? ഇല്ല, പുറത്തേക്ക് പോയിട്ട് ഇതുവരെ വന്നില്ല. ഞാൻ നോക്കിയിരിക്കുകയാ. എങ്കിൽ ഡാഡി അവിടേക്ക് വരികയോ കാർ അയക്കുകയോ ചെയ്യാം. മോള് തനിച്ച് ഇവിടേക്കൊന്ന് വരണം. എന്തിനാ ഡാഡി? ഓർമ്മ പേടിച്ചു. മമ്മിക്ക് നല്ല സുഖമില്ല. എന്തു പറ്റി? പറ്റാൻ പോകുന്നതേ ഉള്ളടി. കുമാരൻ തമ്പിയുടെ സ്വരം മാറി. പട്ടിയുടെ മോളെ, തമ്പിയെ ചതിവിൽപ്പെടുത്താൻ ഒരുത്തിക്കും കഴിയില്ലടി. ഡാഡി, അടവൊന്നും എൻ്റെ അടുത്ത് വേണ്ടടി. എല്ലാം ഞാൻ അറിഞ്ഞു. നിൻ്റെ മമ്മിയെ നിനക്ക് ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇവിടെ എത്തണം, തനിച്ച്. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അത് അയാൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അവൾ വരുമോ? ബെഞ്ചമിൻ തിരക്കി. വരാതെ എവിടെ പോകാനാ? അമ്മയെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യുന്നവനാണ് ഞാനെന്നും അവൾക്കറിയാം. കുമാരൻ തമ്പി എഴുന്നേറ്റു. എസ്റ്റേറ്റിൽ നിന്നും അവർ വരുമ്പോഴേക്കും ഞാനും അങ്ങെത്തണം. എൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും ഉടനെ അറിയിക്കണം. ഓക്കെ. തമ്പി ടയോട്ടയിൽ കയറി. ആകാശ് ബൈക്കിൽ കയറി പോകുകയും ചെയ്തു. ഓർമ്മ വിസിറ്റിംഗ് റൂമിൽ ആരോടോ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് മേനക അവൾക്കരികിലേക്ക് വന്നത്. അപ്പോൾ റിസീവറും പിടിച്ചുകൊണ്ട് ഒരു ശില പോലെ നിൽക്കുന്ന ഓർമ്മയെ കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പുകയാണെന്നറിഞ്ഞു. എന്താ മോളെ, എന്നാ പറ്റി? അവൻ ഈ രാത്രിയിൽ എവിടെ പോയി? ആരാ ഫോൺ ചെയ്തത്? ഒരു ശ്വാസത്തിൽ തന്നെ മേനക ചോദിച്ചു. അവളുടെ കയ്യിൽ നിന്നും റിസീവർ വഴുതി. ഓർമ്മ മേനകയെ ഒരു നിമിഷം ഞെട്ടലോടെ നോക്കി. പിന്നെ പൊട്ടിക്കരഞ്ഞു. മേനക അമ്പരന്ന് പോയി. എന്തു പറ്റിയെന്ന് പറയൂ കുട്ടി. അമ്മേ. അവൾ മേനകയെ കെട്ടിപ്പിടിച്ചു. പൊട്ടിക്കരഞ്ഞതല്ലാതെ മറുപടി പറഞ്ഞില്ല. പ്രതാപ് വർമ്മയും ഇറങ്ങി വന്നു. എന്തുണ്ടായി ഓർമ്മേ? 2 പേരും പലവരും മാറി മാറി ചോദിച്ചു. അവസാനം കാര്യങ്ങൾ മുഴുവൻ പറയാൻ ഓർമ്മ തയ്യാറായി. അവിശ്വസനീയമായ ഒരു കഥ കേൾക്കുന്ന ഭാവത്തിലായിരുന്നു അവർ. എല്ലാം അറിഞ്ഞപ്പോൾ മേനക പറഞ്ഞു. നളിനാക്ഷിയുടെ ജീവൻ അപകടത്തിലാണ്. എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ആകാശണ്ണൻ പോയിട്ടുണ്ട്. അവനെയും അവർ ഉപദ്രവിച്ചാലോ? മേനക ഭർത്താവിനെ നോക്കി. നിങ്ങൾ ചന്ദ്രനെ ഒന്ന് വിളിക്ക്. ഭാര്യയുടെ നിർദ്ദേശം അനുസരിക്കാൻ പ്രതാപ് വർമ്മ തയ്യാറായി. SP കൃഷ്ണചന്ദ്രൻ പ്രതാപ് വർമ്മയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായിരുന്നു. നളിനാക്ഷി കണ്ണു തുറന്നു. പരിസരബോധമുണ്ടാകുവാൻ അല്പസമയം വേണ്ടി വന്നു. താൻ വെറും തറയിലാണെന്നും തറയിൽ രക്തം പടർന്നിരിക്കുന്നു എന്നും അറിഞ്ഞപ്പോൾ അവർ നടുങ്ങിപ്പോയി. പക്ഷേ പെട്ടെന്ന് ഓർമ്മകൾ മനസ്സിലെത്തി. കുമാരൻ തമ്പി അടിച്ചത്, വാതിൽ പൂട്ടിയത്,
അവർ സാവധാനം എണീറ്റു. കാലുകൾ വേച്ചുപോയി. മുഖത്തുണ്ടായിരുന്ന രക്തം പുറം കൈകൊണ്ട് തുടച്ചു കളഞ്ഞു. വാതിൽക്കൽ വരെ ഒരു വിധത്തിൽ എത്തി. അത് തുറന്നിട്ടില്ലെന്ന് മനസ്സിലായി. അടിവയറ്റിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടു. താൻ ഇപ്പോൾ മരിച്ചു പോകുമെന്ന് തോന്നി അവർക്ക്. ഒരിക്കൽ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലങ്ങളാണിതെന്ന കാര്യത്തിൽ അവർക്ക് തർക്കമേ ഇല്ലായിരുന്നു. നളിനാക്ഷി വീണ്ടും തളർന്നിരുന്നു, വല്ലാത്ത പരവേശഭാവത്തോടെ. ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടു കാതോർത്തു. അടുത്തു വരുന്ന കാലടികൾ. വാതിൽ തുറക്കപ്പെട്ടു. നളിനാക്ഷി ആയാസപ്പെട്ട് തലയുയർത്തി. മുന്നിൽ കുമാരൻ തമ്പി. അതിനു പിന്നിൽ എന്തിനും തയ്യാറായ അംഗരക്ഷകപ്പട. വെള്ളം, വെള്ളം. അവൾ അയാളുടെ നേരെ കൈകൂപ്പി. നായിൻ്റെ മോളെ. മുഖമടച്ച് ഒരു ചവിട്ടായിരുന്നു അയാളുടെ മറുപടി. നളിനാക്ഷി പിന്നോട്ട് മലർന്നു വീണു. വലിച്ചു പുറത്തേക്കിറക്കടാ, കുമാരൻ തമ്പി അലറി. ഗുണ്ടകൾ അകത്തേക്ക് കയറി.